മൺസൂൺ ശക്തി പ്രാപിച്ചെങ്കിലും കേരളത്തിൽ വരും നാളുകളിലും മഴയുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കുമെന്നുള്ളതാണ് IMD വ്യക്തമാക്കുന്ന കാര്യം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പക്ഷേ സാഹചര്യം മാറുന്നതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയും പൂർണ്ണമായും തന്നെ തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ്. ന്യൂനമർദ്ദപാത്തിയുടെയും ചക്രവാത ചുഴി സ്വാധീനം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ അത് കേരളത്തെ ബാധിക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പക്ഷേ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെയും പ്രവചനങ്ങളുടെയും ഒപ്പം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അതിശക്തമായി മുന്നേറുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പസഫിക് സമുദ്രത്തിൽ അതിതീവ്രമായി രൂപം കൊണ്ട ഗോഡ്സില്ല എൽ നിനോ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ രൂക്ഷമായ വരൾച്ചയും മഴക്കുറവും ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ 95% പ്രദേശങ്ങളും ഇപ്പോൾ കനത്ത മേഘാവൃതമായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും കാറ്റിൻ്റെ ഗതിയെ മാറ്റിമറിക്കുന്ന വാക്കർ സർക്കുലേഷൻ എന്ന വ്യൂഹത്തെ എൽ നിനോ തകരാറിലാക്കുന്ന സ്ഥിതിയുണ്ടാകും. ഇത് തെക്കേ ഏഷ്യയിലേക്ക് മഴ എത്തിക്കുന്ന വായുപ്രവാഹത്തെ തടയുകയും വരണ്ട കാലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1997 മുതൽ 98 വരെ, 2015 മുതൽ 2016 വരെയുള്ള വർഷങ്ങളിൽ ലോകത്തെ ഭയപ്പെടുത്തിയ അസാധാരണ ശക്തിയുള്ള എൽ നിനോ പ്രതിഭാസങ്ങളെയാണ് ശാസ്ത്രജ്ഞർ ഗോഡ്സില്ല എൽ നിനോ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നത്. ഈ പസഫിക്കിലെ എൽ നിനോ മഴയെ തടയാൻ ശ്രമിക്കുമ്പോഴും IMDയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രാദേശിക അന്തരീക്ഷം മഴയ്ക്ക് തികച്ചും അനുകൂലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നിലവിൽ ഹരിയാന, വടക്കുകിഴക്കൻ മധ്യപ്രദേശ്, തെക്കുപടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവയ്ക്ക് മുകളിലായി ശക്തമായ ചക്രവാത ചുഴികൾ കൂടി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയും അതിൽ നിന്ന് അറബിക്കടൽ വരെ നീളുന്ന ന്യൂനമർദ്ദപ്പാത്തിയും ഒരേ സമയം തന്നെ രണ്ട് സമുദ്രങ്ങളിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ രാജ്യത്തേക്ക് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ആഗോള കാലാവസ്ഥാ മാതൃകകളെ മാറ്റാൻ കഴിയുമെങ്കിലും പ്രാദേശികമായി രൂപപ്പെടുന്ന ഇത്തരം ശക്തമായ വായുപ്രവാഹങ്ങളെ തടയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായും കേരളത്തിലും ഇതിൻ്റെ സ്വാധീനം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. അത് വരും നാളുകളിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെയും അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായ കാറ്റും മഴയും ഉൾപ്പെടെ കേരളത്തിൽ ഉണ്ടായതുകൂടിയാണ്. വയനാട്ടിൽ കള്ളാടിയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നൽകുന്ന ഈ അലർട്ടുകൾ പ്രകാരം അടുത്ത നാളുകളിലും സ്വാഭാവികമായും യെല്ലോ അലർട്ടുകൾ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം അത്ര അതിഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ശക്തമായ കാറ്റും മഴയും ഇപ്പോൾ സംസ്ഥാനത്തില്ല. അതിന് ഇനി ഒരു പരിധിവരെ ഇടവപ്പാതിയുടെ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെയും അതോടൊപ്പം തന്നെ IMDയുടെയും KSDMAയുടെയും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അനുമാനവും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാലവർഷം കേരളത്തിൽ കാര്യമായി തന്നെ കിട്ടിയിരുന്നു. റെക്കോർഡ് കാലവർഷമാണ് കിട്ടിയത്. റെക്കോർഡ് മഴയാണ് കിട്ടുകയും ചെയ്തത്. അത് ഒരുപക്ഷെ ഇടവപ്പാതിയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.